സംസ്ഥാന വ്യാപകമായി മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കോഴിക്കോടും അതിശക്തമായ മഴ തുടരുകയാണ്. പൂലോട് മേഖലയിൽ കനത്ത വെള്ളക്കെട്ടാണുള്ളത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നേരത്തെ അഭിജിത്ത് നിൽക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് കനത്ത വെള്ളക്കെട്ടായിരുന്നു. അതിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും മഴ തുടരുന്ന സാഹചര്യമുണ്ടോ? മാധു, നിലവിലിപ്പോൾ മഴയ്ക്ക് അല്പം ഒരു ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെള്ളം എവിടെയും ഇറങ്ങിയിട്ടില്ല. പലയിടത്തും വീടുകളിലേക്ക് വെള്ളം കയറുന്നതാണ് സാഹചര്യം. ഞാനിപ്പോൾ ഉള്ളത് താമരശ്ശേരി പൂലോടാണ്. ഇവിടെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പല വീടുകളിലേക്കും വീടിനകത്തേക്കൊക്കെ വെള്ളം കയറുന്നതാണ് നിലവിലെ സ്ഥിതി. ആളുകളൊക്കെ ചില വീടുകളിൽ നിന്ന് ആളുകളൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ചിലരൊക്കെ വീടിൽ നിന്ന് തൊട്ടടുത്ത ബന്ധുവീടുകളിലേക്കൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ട്. വീടിനകത്തേക്കൊക്കെ വെള്ളം കയറി. ഈ വീടിനകത്ത് മാത്രമാണ് കയറിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പുറകുവശത്തുള്ള എല്ലാ വീടുകളിലും കയറിയിട്ടുണ്ട്. ഈ ഏരിയയിലുള്ള ഒരുവിധം എല്ലാ വീടുകളും കയറിയുണ്ട്, ഉള്ളിലൊക്കെ കയറിയുണ്ട്. ഇപ്പോൾ എപ്പോഴും ഇങ്ങനെ വെള്ളം കയറാറുണ്ട്? അത് ഇത്തവണയാണോ ഇങ്ങനെ ഇത്ര ശക്തമായ മഴയും? 2018 അതിശക്തമായിട്ടുള്ളായിരുന്നു. പിന്നെ 2 വർഷം മുന്നേ ഉണ്ടായിരുന്നു ഇതേ അവസ്ഥ തന്നെ ആയിരുന്നു. 2 വർഷം മുന്നേ വീടുകളിൽ നിന്നൊക്കെ ആളുകളൊക്കെ മാറി ഈ ഇങ്ങോട്ടുള്ള ഭാഗത്തു നിന്നൊക്കെ മാറ്റി താമസിച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. കുഴപ്പം ഇല്ല. ഇതിന് രാവിലെ ഒരു 6 മണിയോടെയാണ് കൂടുതലും വെള്ളം കൂടെ അടിച്ച് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുറവാണ്. ഇത്രയല്ല, ഇതിന് മുകളിലുണ്ടായിരുന്ന വെള്ളം ഉയരത്തിലുണ്ടായിരുന്നു. ഉയരത്തിലുണ്ടായിരുന്നു. ഇതിന് കുറച്ച് ആ ഗേറ്റിൻ്റെ പകുതി മുക്കാലോളം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊന്ന് ക്ഷമിച്ചിട്ടുണ്ട്. മഴ ക്ഷമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളം കുറഞ്ഞു വരുന്നുണ്ട്. നല്ല ഒഴുക്ക് കൂടിയുണ്ടല്ലോ വെള്ളത്തിന്. ആ ഭാഗത്തു നിന്നാണ് നമുക്ക് കൂടുതലും വയൽ തോടുകളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് കൂടുതലും വെള്ളം കൊണ്ട് അടിച്ച് കയറുന്നത്. ഭാഗത്തായി തോടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇവിടെയും തോടുണ്ട്, ഇങ്ങനെ ബാക്കിലും തോടുണ്ട്. ആ തോട്ടിൽ നിന്നെല്ലാം കൂടി വെള്ളം കൊണ്ട് വരുന്നതാണ്. കുറേ വീടുകളുണ്ട് ഇവിടെ ബാക്കിൽ കുറേ വീടുകളുണ്ട്. ആ വീട്ടിലൊക്കെ വെള്ളം കയറി. എല്ലായിടത്തും വെള്ളം കയറി. ബുദ്ധിമുട്ടാണ്. ഏതായാലും അങ്ങനെ തന്നെയാണ് മാധു. പല വീടുകളിലേക്കും ഏതാണ്ട് 10-15 വീടുകളുണ്ട്. അവിടങ്ങളിലൊക്കെ വെള്ളം കയറുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം. നല്ല ശക്തമായ ഒഴുക്ക് കൂടിയുണ്ട്. നമ്മളിപ്പോൾ നടക്കുമ്പോൾ തന്നെ, ഇതിലൂടെ നടന്നു നീങ്ങുമ്പോൾ തന്നെ നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. വലിയ ഒഴുക്ക് കൂടിയുണ്ട്. ഈ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോകുന്ന വഴികളിൽ നിന്നൊക്കെ വളരെ ശക്തിയായി വെള്ളം പുറത്തേക്ക് ഒഴുകി വരുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം. കോഴിക്കോടിൻ്റെ മലയോര മേഖലകളിൽ പലയിടത്തും ഇന്നലെ രാത്രി ആരംഭിച്ചതാണ് മഴ. വിലങ്ങാട്, അതുപോലെ തന്നെ താമരശ്ശേരി, ഈങ്ങാപ്പുഴ, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും മഴ തകർത്ത് തന്നെ പെയ്യുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ചെറിയൊരു ആശ്വാസമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അവിടേക്ക് പോയാൽ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അല്പം ദൂരെ മാറി ആ വീട്ടിലേക്ക്, അതിൻ്റെ മുറ്റം കഴിഞ്ഞ് ഈ ഇറയത്തേക്കൊക്കെ, വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറുന്നതാണ്. പക്ഷേ ആളുകളൊന്നും നിലവിൽ മാറേണ്ട സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തുടരുന്നുണ്ട്. മഴ ഒന്നുകൂടി ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി സ്ഥിതി സങ്കീർണമാക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ജനപ്രതിനിധികളൊക്കെ പറയുന്നത്. ഇവിടെ മെമ്പർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ അല്പം ഒരു ആശ്വാസം എന്നുള്ളത് മഴയുടെ ശക്തി കുറയുന്നു എന്നുള്ളതാണ്. മാധു, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. പുലോട്ട് എന്നുള്ള കാഴ്ചയാണ് അഭിജിത്ത് കാണിച്ചു തരുന്നത്. അതാ നമുക്ക് അതിശക്തമായ കുത്തൊഴുക്ക് തന്നെ കാണാൻ കഴിയും. അവിടെ നിന്ന് വെള്ളം പുറത്തേക്കും വന്നിട്ടുണ്ട്. പുലോട്ട് നേരത്തെ അഭിജിത്ത് നിന്ന സ്ഥലത്ത് വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായിരുന്നത്. പലയിടങ്ങളിലേക്കും വീടുകളിലേക്കടക്കം കയറിയ വെള്ളത്തിന്റെ കാഴ്ചയും നമുക്ക് കാണുന്നുണ്ട്. വിലങ്ങാട് മേഖലയിൽ ശക്തമായ മഴയെ തുടർന്നുള്ള ജലമൊഴുക്കാണ് നമ്മൾ ആ സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണുന്നത്. പുലോട്ടുള്ള കനത്ത വെള്ളക്കെട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വാഹനങ്ങളൊക്കെ ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന കാഴ്ച കൂടിയുണ്ട്. ഈ പലതും കടന്നു പോകുന്ന ബസ്സുകളൊക്കെ അടക്കം കടന്നു പോകുന്നത് കനത്ത വെള്ളക്കെട്ടിന് ഇടയിലൂടെയാണ് എന്നതും ഉണ്ട്. പുതുപ്പാടിയിലാണ് വീടിന്റെ മതിൽ തകർന്നു വീണും അപകടമുണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. പക്ഷെ മഴയുടെ ശക്തി ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്നതുകൂടി വ്യക്തമാവുകയാണ്. കടകളിലേക്കും വീടുകളിലേക്കും ഒക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടോ എന്നൊരു ആശങ്കയുണ്ട്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടുന്ന ആവശ്യകത വീഴുന്ന സ്ഥലങ്ങളിലൊക്കെ അത്തരം ക്രമീകരണങ്ങളുമായി അധികൃതർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം.